സമാധി പീഠത്തിൽ അങ്ങനെ സമാധി കുടികൊള്ളണ സമയത്ത് ഇന്ന് അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. അപ്പോൾ ഇതിന് എതിരായിട്ട് നിന്നവർക്ക് അവർക്കെല്ലാവർക്കും നിയമപരമായിട്ട് നടപടികൾ എടുക്കണം. എന്താണ് മരണകാരണം എന്നുള്ളത് വ്യക്തമായിട്ട് കണ്ടെത്തിയിട്ടില്ല. പ്രാഥമിക നിഗമനത്തിലൊന്നും എത്തിയിട്ടില്ല. ചോദ്യം ചെയ്യും, അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്യും. അത് എത്ര ദിവസം എന്നറിയില്ല. അവിടെ നിന്ന് റിസൾട്ട് കിട്ടാൻ സ്വാഭാവികമായിട്ടുള്ള സമയമെടുക്കും. മാക്സിമം നേരത്തെ തരാൻ വേണ്ടിയിട്ട് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട്. മഹാസമാധിയായിരുന്ന എൻ്റെ അച്ഛനെ സമാധി പീഠത്തിൽ അതുതന്നെയാണ് ശരിയായ വഴി. നിയമവാഴ്ചയുള്ള നാട്ടിൽ നിയമം പോകേണ്ടത് സ്വാധീനിക്കപ്പെടാതെ നിയമത്തിന്റെ വഴിക്ക് തന്നെയാണ്. ഇന്ന് ആ കല്ലറ തുറന്നുള്ള പരിശോധന, പോസ്റ്റ്മോർട്ടം ഒക്കെ ആയിരുന്നു. അസ്വാഭാവികതയില്ല എന്ന് പൂർണ്ണമായി പറയാനായിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. ഫോറൻസിക് പരിശോധനാ ഫലങ്ങൾ വന്ന ശേഷം മാത്രമേ അത് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. ശ്വാസകോശത്തിൽ ഭസ്മത്തിന്റെ സാന്നിധ്യം അടക്കമുള്ള പോസിബിലിറ്റി പോലീസ് പരിശോധിക്കുന്നുമുണ്ട്. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. സമാധിയിലെ സത്യമറിഞ്ഞോ? ശ്രീ ജോർജ് ജോസഫ്, ശ്രീ ലാൽകുമാർ, ശ്രീ രാഹുൽ ഈശ്വർ, അഡ്വക്കേറ്റ് രഞ്ജിത്ത് ചന്ദ്രൻ, ശ്രീ യേശുദാസ് എന്നിവർ ചർച്ചയിൽ. ഞാൻ ആദ്യം കുടുംബത്തിന്റെ അഭിഭാഷകൻ രഞ്ജിത്തിലേക്ക് പോകുന്നു. രഞ്ജിത്ത് ചന്ദ്രൻ, ഇന്ന് താങ്കളടക്കമുള്ളവർ അല്ലെങ്കിൽ സനന്ദൻ അടക്കമുള്ളവർ പറഞ്ഞത് എല്ലാ പ്രശ്നങ്ങളും എല്ലാ ദുരൂഹതയും മാറി. ഇതൊക്കെ മാധ്യമങ്ങളും നാട്ടുകാരും ചേർന്നുണ്ടാക്കിയ പ്രശ്നമാണ്. എല്ലാം പരിശുദ്ധമായി തന്നെ കാര്യങ്ങൾ ഭവിച്ചു എന്നാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ പോലീസ് പറയുന്നത് അങ്ങനെ അസ്വാഭാവികതയില്ല എന്ന് ഇനിയും പറയാനായിട്ടില്ല. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വരേണ്ടതുണ്ട് എന്ന് മാത്രമല്ല, ശ്വാസകോശത്തിൽ ഭസ്മമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും കുടുംബത്തെ നിരീക്ഷണത്തിൽ വെക്കാനും കൂടി പോലീസ് ആലോചിക്കുന്നു. അതുകൊണ്ട് ഇതിലെ ദുരൂഹതയും ഇതിലെ അസ്വാഭാവികതയും ഒക്കെ ഇല്ലാതായോ? തീർന്നോ? ഹാഷ്മി, ഇങ്ങനെ ഏതൊരു തരത്തിലുള്ള ഒരു മരണം നടന്നാലും അതിൻ്റെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ അവസാനം തീർച്ചയായിട്ടും അത് പെട്ടെന്നൊരു നിഗമനത്തിൽ എത്താൻ വേണ്ടി കഴിയില്ല. പക്ഷേ 3 കാര്യങ്ങൾ. ഒന്ന്, ശരീരത്തിൽ പുറമേ കാണുന്ന രീതിയിലുള്ള ചതവോ മുറിവുകളോ ഇല്ല. അതുപോലെ ശ്വാസകോശത്തിൽ അകത്ത് വിഷാംശമില്ല. ശ്വാസകോശത്ത് അങ്ങനെ ഏതെങ്കിലും ഒരു വലിയ രീതിയിലുള്ള പാർട്ടിക്കിൾ അടഞ്ഞ് ശ്വാസകോശം ചുരുങ്ങുന്നതായിട്ടുള്ള കാഴ്ചയോ അതൊന്നും കാണാൻ വേണ്ടി കഴിയുന്നില്ല. അതുകൊണ്ട് പ്രഥമ ദൃഷ്ടിയാൽ ഒരു അസ്വാഭാവിക മരണം റിപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു അസ്വാഭാവിക മരണമാണ് എന്നുള്ള ഒരു കഴിയില്ല എന്ന് താങ്കൾ പറഞ്ഞ ഒറ്റ കാര്യം മാത്രമേ കണ്ടുപിടിക്കാൻ കഴിയുകയുള്ളൂ. പുറത്ത് വലിയ പരിക്കുകളില്ല എന്ന് പറയുമ്പോൾ പോലും കരുവാളിച്ച പാടുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട്. പുറത്ത് വലിയ പരിക്കുകൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും അവയവങ്ങൾക്ക് ആരെങ്കിലും ക്ഷതം വരുത്തിയ മൂലം എന്തെങ്കിലും ക്ഷതം ഉണ്ടാവുന്നില്ല എന്നതൊഴിച്ചു നിർത്തിയാൽ താങ്കൾ ഈ പറഞ്ഞ വിഷാംശം ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടോ, ശ്വാസകോശത്തിൽ ഭസ്മമോ മറ്റെന്തെങ്കിലും പാർട്ടിക്കിൾ ഉണ്ടോ, ബാക്കി എന്തെങ്കിലും കാരണം കൊണ്ടാണോ മരണം സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചൊന്നും പറയാൻ കഴിയുന്നത് പോലീസ് എടുത്തു പറയുകയാണ്. എന്തെങ്കിലും സൂചന ഇല്ലാതെ പോലീസ് അങ്ങനെ എടുത്തു പറയുമോ? അഡ്വക്കേറ്റ് രഞ്ജിത്ത്. അല്ല, രാസപരിശോധന റിപ്പോർട്ടിലേക്ക് വേണ്ടി അയച്ചിട്ടുണ്ട്. അല്ലാതെ പ്രഥമ ദൃഷ്ടിയാൽ നമുക്ക് ഏതൊരു സംഭവം നടക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു റിപ്പോർട്ടുണ്ടല്ലോ, പ്രഥമ ദൃഷ്ടിയാൽ ഇതൊരു അസ്വാഭാവിക മരണമാണ് എന്ന് പറയാൻ കഴിയില്ല എന്ന് കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് താങ്കളുടെ അടക്കമുള്ള വാർത്താ ചാനലുകളിൽ അങ്ങനെ ഒരു താങ്കളുടെ അടക്കമുള്ള വാർത്താ ചാനലുകൾക്ക് വന്ന റിപ്പോർട്ടാണ്. ഇട്ട് പറയുന്ന കാര്യമൊന്നുമല്ല. അങ്ങനെ റിപ്പോർട്ട് വന്നു, ശരിയാണ്. പക്ഷെ ആത്യന്തികമായി പറയേണ്ടതാണ് പോലീസാണ്. പോലീസിന്റെ 2 പേരുടെ ഈ പറയുന്ന ഉന്നത ഉദ്യോഗസ്ഥർ 2 പേരുടെ പ്രതികരണം വന്നു. 2 പേരുടെ പ്രതികരണത്തിലും ഇത് സ്വാഭാവിക മരണമാണ്, അസ്വാഭാവികത ഇല്ല എന്ന് 2 പേരും പറഞ്ഞിട്ടില്ല. രഞ്ജിത്ത്, അല്ല, പോലീസിന് അങ്ങനെ ഒരു നിഗമനത്തിൽ എത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്നത് പോലെ ഈ രാസപരിശോധന റിപ്പോർട്ട് അടക്കം രാസപരിശോധന ലാബുകളിൽ ഈ എല്ലാ അവയവങ്ങളുടെയും ഒക്കെ തന്നെ പാർട്ടിക്കിൾസ് അയച്ചിട്ട് അതിൻ്റെ അടക്കം റിപ്പോർട്ട് തിരിച്ചു വന്നാൽ മാത്രമേ പോലീസിന് ഒരു കൺക്ലൂസീവായിട്ടുള്ള റിപ്പോർട്ടിലേക്ക് എത്താൻ വേണ്ടി കഴിയുള്ളൂ. കൺക്ലൂസീവായിട്ടുള്ള റിപ്പോർട്ടിൽ എത്തിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പ്രഥമ ദൃഷ്ടിയാൽ ഒരു അസ്വാഭാവിക മരണത്തിൻ്റെ യാതൊരു കാര്യവുമില്ല എന്നുള്ള രീതിയിൽ വ്യക്തമാണ്. അതുകൊണ്ടാണല്ലോ തീർച്ചയായിട്ടും പോലീസ് പാർട്ടികളടക്കം അവിടെ പിൻവലിഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു വളരെ ശാന്തവും സമാധാനവുമായിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങളൊക്കെ തന്നെ പോയത്. അങ്ങനെ എന്തെങ്കിലും ഒരു അസ്വാഭാവികത ഉണ്ടെങ്കിൽ ആ കുടുംബവും ആ വീടും എല്ലാം തന്നെ ആ ഒരു സർവൈലൻസിൽ തന്നെ നിൽക്കൂലേ? ഞാൻ പറഞ്ഞ പോലീസ് സർവൈലൻസിൽ ഈ കുടുംബത്തെ സർവൈലൻസ് നിർത്തുന്നതിനെ കുറിച്ച് പോലീസ് ശരി, ഓക്കെ, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ജോർജ് ജോസഫ്,
ഈ പോലീസിൻ്റെ ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങളിൽ ഇതിൽ അസ്വാഭാവികതയില്ല എന്ന് തന്നെയാണോ? ഒന്ന് ശരിയാണ്. പക്ഷെ അതിനുശേഷം പോലീസിൻ്റെ പ്രതികരണം വരുന്നുണ്ട്, എടുത്തു ചോദിക്കുന്നു ഇതിൽ അസ്വാഭാവികതയില്ല എന്ന തരത്തിൽ റിപ്പോർട്ടുകളുണ്ടല്ലോ, അവരുടെ കുടുംബം പറയുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അങ്ങനെ പറയാൻ കഴിയില്ല എന്ന് തന്നെ പോലീസ് കൃത്യമായി തന്നെ പറയുകയാണ്. അതിന് കാരണം അവർ പറയുന്നത് എന്താണ്, ഇത്തരത്തിൽ ബാക്കി പരിശോധനകൾ പൂർണ്ണമാകണം. പക്ഷെ പോലീസ് ഈ ശ്വാസകോശത്തിൽ ഭസ്മത്തിൻ്റെ അടക്കം അംശം എന്തുകൊണ്ടോ സംശയിക്കുന്നുണ്ട്. ശ്വാസകോശത്തിൽ ഭസ്മത്തിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞൊക്കെ മാറില്ലേ ശ്രീ ജോർജ് ജോസഫ്? ഞാൻ ആ പോലീസിൻ്റെ വെർഷനോട് വിയോജിക്കുകയാണ്. കാരണം ഈ ഡെഡ് ബോഡി എടുത്ത് 5-ാം ദിവസം ഇതിന് ശേഷമാണ് ശരീരത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി. അവർ കഴുത്ത് വരെ പൂജാദ്രവ്യങ്ങൾ ഇടുകയും ഭസ്മം ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ പോലീസിന് ഇപ്പം പറയുന്നതിനോട് യോജിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം, ഈ സമാധിയിലേക്ക് പോയത് 3-4 ദിവസമായിട്ട് അതേ ആഹാരം കഴിക്കുന്നില്ല. അപ്പം സ്വാഭാവികമായിട്ടും വയറ്റിനകത്ത് ഫുഡ് ഉണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ അല്ലെങ്കിൽ ആമാശയത്തിൽ ഒരു ഫുഡും കാണില്ല. ഭക്ഷണം കഴിച്ചു, അത് അങ്ങനെ തന്നെ ആയിരിക്കും പോസ്റ്റ്മോർട്ടം. യൂറിൻ ഒട്ടും കാണില്ല. ഇല്ല പറയണത് ഇല്ല. ഇല്ലില്ല, അതൊക്കെ അത് ഞാൻ വിയോജിക്കുന്നതിൻ്റെ കാരണം, ഒരു ഭക്ഷണം കഴിച്ചാൽ ഹെവി ആയിട്ട് കഴിച്ചാലും 5 മണിക്കൂർ 6 മണിക്കൂർ കഴിയും അത് ഡൈജസ്റ്റ് ചെയ്ത് തീരും. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർമാർ ഈ ടൈം ഓഫ് ഡെത്ത് പറയുന്നത് ഭക്ഷണം വെച്ചിട്ടാണ്. ഇവിടെ അത് പറ്റത്തില്ല. ഭക്ഷണം ഇല്ല, രക്തത്തിൽ കാണില്ല, യൂറിനറി ബ്ലാഡറിൽ അതിനകത്ത് യൂറിനും ഉണ്ടാവില്ല. കാരണം അദ്ദേഹം കുറച്ച് ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാതെ വന്ന് അവസാന ദിവസം ആഹാരം ഒന്നും കഴിച്ചിട്ടില്ല. നേരത്തെ 3 ദോശ 2 ദോശ കഴിച്ച് ഇതൊക്കെ ഞാനത് കേട്ടോണ്ടിരിക്കുകയാണ്. ആ ദോശയും വേണ്ട ശേഷം കഞ്ഞി കുടിച്ചു, ബിപിക്ക് ഷുഗറിനെ മരുന്ന് കഴിഞ്ഞു, ആരോഗ്യവാന ഒരു മനുഷ്യൻ എന്തൊക്കെ ചെയ്യും അതൊക്കെ ചെയ്തു. കഞ്ഞി കുടിക്കാൻ ഇല്ല കഞ്ഞി കുടിച്ചാൽ 1 മണിക്കൂർ ഉണ്ടാവും ഡൈജസ്റ്റ് ചെയ്യും. ഈ പോസ്റ്റ്മോർട്ടത്തിൽ ഈ ടൈം ഓഫ് ഡെത്ത് പറയുന്നത് ഫുഡിൻ്റെ ഡൈജഷൻ വെച്ചിട്ടാണ്. ഇവിടെ അത് നടക്കില്ല എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ വായിക്കകത്ത് അല്ലെങ്കിൽ നാക്ക് തള്ളിയിരുന്നു, വായിക്കകത്ത് ഭസ്മം ഇരിക്കും. ഭസ്മത്തിലാണല്ലോ അത് മൂടിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നാക്ക് തള്ളുന്നത് ഡീകമ്പോസിഷൻ ഓഫ് ബോഡിയാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ നാക്ക് തള്ളും. 80 വയസ്സുള്ള അമ്മച്ചി ജോർജ് ജോസഫ്, പോലീസ് നാക്ക് തള്ളിയ കാര്യം ഒന്നുമല്ല പറഞ്ഞത്. പോലീസ് സംശയിക്കുന്നത് ശ്വാസകോശത്തിൽ ഭസ്മത്തിന് അംശമാണ്. എന്റെ ചോദ്യം, ശ്വാസകോശത്തിൽ ഭസ്മം ഉണ്ടെങ്കിൽ ഈ പറയുന്നതൊക്കെ മാറില്ലേ? ശ്വാസകോശത്തിൽ ഇല്ലില്ല, മാറത്തില്ല. ഭസ്മം വരുമല്ലോ. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഹാർട്ട് നിൽക്കും. ഏറ്റവും അവസാനം നിൽക്കുന്നത് എന്താണ്? ബ്രെയിനാണ്. അത് ഇപ്പോൾ ലേറ്റസ്റ്റ് ശാസ്ത്രീയ ഇത് വന്നിട്ടുണ്ട്. മരിച്ചു കഴിഞ്ഞാലും സ്വല്പം 5 മിനിറ്റോളം ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ചില ശബ്ദങ്ങളൊക്കെ കേൾക്കാവുന്നതാണ് പറയുന്നത് മരിച്ച ശേഷവും. അപ്പോൾ അതിനോട് ഞാൻ വിയോജിക്കുകയാണ്. കാരണം ശാസ്ത്രബോധം നല്ല ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർക്ക് ടൈം ഓഫ് ഡെത്തിൻ്റെ അത് പറയാൻ പറ്റില്ല. പിന്നെ ആദ്യം മുതൽ അവർ പറയുന്നുണ്ട് ഇതൊരു സമാധിയാണ്. അപ്പോൾ മരണവും സമാധിയെപ്പറ്റിയും ഈ ശാസ്ത്രബോധം മാത്രമാണ് നമ്മളെല്ലാവരും വിളമ്പുന്നത്. ഇന്ത്യൻ തത്വദീക്ഷയൊന്നും ആരും വിളമ്പുന്നില്ല. അപ്പോൾ ഇന്ത്യയുടെ ഹിന്ദുയിസത്തെ പറ്റിയും ഞാൻ പറയും. കാരണം ഇവിടെ യോഗികളുണ്ട്. ഇവിടെ ശ്രീനാരായണ ഗുരുവിന്റെ യോഗികളുണ്ടായിരുന്നു. നമ്മൾ ഇന്ത്യയുടെ തത്വശാസ്ത്രത്തിലോട്ടൊക്കെ പോകേണ്ട അത്രയും ഗൗരവമുള്ള വിഷയത്തിലുണ്ടോ എന്ന് എൻ്റെ ചോദ്യം. എൻ്റെ ചോദ്യം, ഇവിടെ ഒരാൾ മരിക്കുന്നു, ഇവിടെ ഒരാൾ മരിച്ചത് നാട്ടുകാർക്ക് പ്രശ്നമുണ്ട്. എന്താണ്? നാട്ടുകാർക്ക് പരാതിയുണ്ട്, ഇതിൽ അസ്വാഭാവികതയുണ്ട്, നാട്ടുകാർക്ക് പരാതിയുണ്ട്. നാട്ടുകാർ മാസ് പെറ്റീഷനായി പോലീസിലേക്ക് പോകുന്നു. സ്വാഭാവികമായും പോലീസിന്റെയും സ്റ്റേറ്റിന്റെയും ഉത്തരവാദിത്തം എന്താണ്? ആ അസ്വാഭാവികത പരിഹരിക്കുക എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ താങ്കൾ പറയുകയാണ് ശ്വാസകോശത്തിൽ ഭസ്മം ഉണ്ടെങ്കിലും ഒരു കാര്യവുമില്ല. എന്താണ്? അതിനുശേഷം 5 മിനിറ്റ് ബ്രെയിൻ വർക്ക് ചെയ്യുമെങ്കിൽ മരിച്ച ശേഷം ശ്വസിക്കും. അല്ല, ശ്വാസകോശത്തിൽ അവർ ഭസ്മം സുഗന്ധദ്രവ്യങ്ങൾ കഴുത്ത് വരെ തല മുഴുവൻ ഭസ്മം ഇട്ടിട്ടുണ്ട്. കുറേയൊക്കെ വായിക്കോട്ടും വാ തുറക്കും. കാരണം ഈ പുട്രിഫാക്ഷൻ സ്റ്റാർട്ട് ചെയ്തുമ്പം ഡീകേ ചെയ്ത് കഴിയുമ്പം വാ തള്ളും, നാക്ക് തള്ളും, അതിനകത്ത് ഭസ്മം കയറും. ഞാൻ പറഞ്ഞു പോലീസ് സംശയിക്കുന്ന ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത ഈ ശ്വാസകോശത്തിൽ ഭസ്മത്തിനടക്കം സാന്നിധ്യം പോലീസ് അന്വേഷിക്കുന്നു, പോസിബിലിറ്റി അന്വേഷിക്കുന്നതാണ്. വായിക്കൂടെ പോയി ശ്വാസകോശത്തിൽ പോവും സാറേ, വയറ്റിലല്ലേ പോവും? അല്ലല്ല, അത് അപ്പോൾ പോവും. അത് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ് ശാസ്ത്രം കുറച്ചുകൂടെ പഠിക്കുക, സുവോളജി കുറച്ചുകൂടെ പഠിക്കുക. ഞാൻ ബയോളജി പോസ്റ്റ്മോർട്ടത്തിൻ്റെ എല്ലാ പോസ്റ്റ്മോർട്ടത്തിൽ കയറുന്നത് അല്ല, സുവോളജിയും ബയോളജിയും എല്ലാം പഠിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് പോലീസിൽ അത് ക്ലാസ് നന്നായിട്ട് എടുക്കാത്തതുകൊണ്ടാണ് ആ CIമാർ അങ്ങനെ പറയുന്നത്. ഞാൻ വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഇതിൻ്റെ ഓരോ സ്റ്റെപ്പും നോക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ്.
അപ്പം മരണവും സമാധിയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പഠിക്കണം. അതിനകത്ത് ശാസ്ത്രബോധമുണ്ട്, മരണം മാത്രം. ഹൈക്കോടതി ഇടപെട്ട് എന്തായാലും പോസ്റ്റ്മോർട്ടം നടന്നല്ലോ. പോസ്റ്റ്മോർട്ടത്തിന് പ്രൈമറി റിപ്പോർട്ട് ഹാർട്ട് ഫെയിലിയർ ആണ്, അതിന് യാതൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി അപ്പുറത്തോട്ട് അത് തന്നെ അയാളുടെ മക്കളും ഭാര്യയും പറഞ്ഞു സമാധിയാണ്. നമുക്ക് സമാധി എന്താണെന്ന് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ലേ നമ്മളത് പറയുന്നത്. അത് ഇന്ത്യൻ കൺസെപ്റ്റിന് സമാധി പറഞ്ഞേ പഠിച്ചേ പറ്റുള്ളൂ. അത് ദേഹത്തുനിന്ന് ദേഹി വിട്ടുപോകുന്ന ഇതാണ്. അത് ഇന്ത്യ സ്വാമിമാർ ചെയ്യുന്നത് അങ്ങനെയാണ്. അവർക്ക് മരണത്തിന് മുമ്പ് 2-3 ദിവസം കൊണ്ട് അവർക്കറിയാം മരിക്കാറായി എന്ന് അറിയാം. അത് എല്ലാവർക്കും വരും. ആഷ്മയ്ക്കും എനിക്കും ഒക്കെ മരണാസന്നനാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ബോധം വരും. താങ്കൾ പറയുന്നത് വേറൊരു രീതിയിൽ കൊണ്ടുപോകും. കൺട്രോൾ ചെയ്ത് അല്ല ഉണ്ട്, ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ എൻ്റെയോ താങ്കളുടെയോ നേരിട്ടുള്ള അറിവിൽ അങ്ങനെ കൺട്രോൾ ചെയ്ത് അങ്ങനെ പത്മാസനത്തിലിരുന്ന് ഓരോരോ ചക്രങ്ങളായി ഉണർത്തി ഞാൻ ചോദിച്ചോളൂ സാർ, ഞാൻ ഒറ്റ മിനിറ്റ്. അങ്ങയുടെ ഇക്കാലം മാത്രമുള്ള സർവീസ് അനുഭവത്തിൽ ഇത്തരത്തിൽ ചക്രങ്ങൾ ഉണർത്തി ഈ പറയുന്ന എന്താണ് ഈ ഭാഗത്തോടെ പ്രാണകല ഉണർത്തി ബ്രഹ്മത്തിൽ ലയിച്ച ആരെങ്കിലും അങ്ങേക്കറിയാമോ? എനിക്ക് വ്യക്തിപരമായി അറിയില്ല. ഇനി അറിയാവുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും. അങ്ങേക്ക് അറിയുമോ ശ്രീ ജോർജ് ജോസഫ്? ഒത്തിരി പേരാണ്. ഇല്ല, ഇത് പഠിക്കണം. നമ്മളിത് പഠിക്കണം. ഈ കേരളം വിട്ട് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കണം. ഇന്നിപ്പോൾ അങ്ങനെ കുംഭമേളയ്ക്ക് 36 കോടി ജനങ്ങൾ 2-3 കോടി നമുക്ക് മാറ്റിമറിക്കാനും അങ്ങയുടെ സർവീസ് കാലയളവിൽ അത്തരത്തിൽ ബ്രഹ്മത്തിൽ ലയിച്ച ആരെങ്കിലും അങ്ങേക്ക് അറിവുണ്ടോ? അതിപ്പോഴല്ലേ കോൺട്രവേഴ്സിയിലായ എത്ര പേരങ്ങനെ മരിച്ചിരിക്കുന്നത് അങ്ങനെയാണെന്ന് നമുക്ക് എങ്ങനെ അറിയാനൊക്കും? നാച്ചുറൽ ഡെത്തിലോട്ട് പോവില്ലേ? വീട്ടിൽ കിടന്ന് മരിച്ചവരെ ആരെങ്കിലും നമ്മുടെ മാതാപിതാക്കളൊക്കെ വീട്ടിൽ കിടന്ന് മരിക്കുമ്പോൾ മക്കളെ എല്ലാം വിളിച്ചു വരുത്തും. അവർക്കറിയാം മരണം ആസന്നമായെന്ന്. അപ്പോൾ നമ്മൾ മരണം കാണുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പം ആ ബന്ധങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ നമുക്കിത് തോന്നുന്നത്. മാതാപിതാക്കൾ മരിക്കുമ്പോഴും വല്യപ്പന്മാരും മരിക്കുമ്പോഴും ഒക്കെ മക്കളെ വിളിക്കും, അവർക്കറിയാം. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ ഈ ഭസ്മം വായിക്കകത്ത് കയറി എന്ന് പറഞ്ഞാൽ അസ്ഫിക്ഷ്യൽ ഡെത്തേ വരുള്ളൂ. അതാണ് അസ്ഫിക്ഷ്യൽ ഡെത്താണ്. അത് മെക്കാനിക്കലായിട്ടുണ്ടാകാം. ഇവിടെ നാക്ക് പൊട്രൂഡ് ചെയ്ത് തലയിലും ചില ഭാവഭേദങ്ങൾ 5-6 ദിവസമായി കഴിഞ്ഞാൽ ബോഡി ഡീകമ്പോസ് ചെയ്ത് വയറ്റിൽ ബ്ലൂ കളർ ഉണ്ടാവും. അത് റിഗർ മോർട്ടിസ് ഇരിക്കുന്ന ഭസ്മാസനത്തിൽ അവർ ഇരുന്നു എന്ന് പറഞ്ഞപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഒരു മരിച്ച ആളെ 2-3 മണിക്കൂർ കഴിഞ്ഞ് ഭസ്മാസനം ഇരുത്താൻ പറ്റില്ല. കാല് റിഗർ മോർട്ടിസായി കൈയും സ്റ്റിഫായിട്ടിരിക്കും. അത് ഒടിച്ചേ വെക്കാനൊക്കെ ഉള്ളൂ. അപ്പം ജീവനോടെയാണ് ഭസ്മാസനത്തിൽ ഇരുന്നതെന്നാണ് അന്ന് മുതൽ ഞാൻ പറയുന്നത്. അപ്പം അത് നമ്മൾ അതിൻ്റെ ശാസ്ത്രം ബോധം നമ്മൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. പത്മാസനത്തിൽ മരിച്ചു കഴിഞ്ഞാൽ 2-3 മണി കഴിഞ്ഞാൽ പത്മാസനം ഇരുത്താൻ പറ്റില്ല. അല്ല ശരി, അത് പറയേണ്ടത് കോടതി പോലീസൊക്കെയാണ്. പോലീസും പറയുന്നില്ല, കോടതിയും പറയുന്നില്ല. കോടതിയിലേക്ക് പോയി അങ്ങനെയാണെങ്കിൽ പത്മാസനത്തിൽ ഇരിക്കുന്ന അങ്ങീ പറയുന്ന വാദങ്ങൾ കോടതി പറയായിരുന്നു. കോടതി പറഞ്ഞ എന്താണ്? കോടതി നിയമത്തിന്റെ വഴിക്ക് പോകണമെന്നും ഈ പറഞ്ഞ അസ്വാഭാവിക മരണം ഉണ്ടെന്നും ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ, അങ്ങനെയല്ലേ നമുക്ക് ഒരു സാധാരണ സമൂഹത്തിൽ നമുക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ സാറേ. നമുക്കിപ്പോ ഒരു നമ്മൾ നിൽക്കുന്ന നിയമവാഴ്ചയുള്ള നാട്ടിൽ നമുക്ക് നിയമത്തിന്റെ വഴിയെ പോയി അതെ അങ്ങനെ തന്നെ പോകാൻ വേണം. അതെ, നിയമത്തിന്റെ വഴിയെ പോയേ പറ്റുള്ളൂ. കാരണം അവർ മണ്ടത്തരം അത് പോയി കഴിഞ്ഞിട്ട് ഇനി അതിനകത്ത് ഇനി നമ്മൾ സമാധിയെ പറ്റി പറഞ്ഞേ പറ്റുള്ളൂ. നമുക്ക് ഇതിന്റെ ഒരു ആദ്യഘട്ടം കഴിഞ്ഞ് നമുക്ക് സമാധിയെ പറ്റി പറയാം. രാഹുൽ ഈശ്വർ, ശരി, നമുക്ക് സമാധിയെ പറ്റി പറയാം. അതിന് മുമ്പ് നമ്മൾ ജീവിക്കുന്നത് ഒരു സെറ്റ് ഓഫ് നിയമത്തിൻ്റെ കീഴിലാണ്. ആ നിയമത്തിൻ്റെ കീഴിൽ നിയമപരമായി പാലിക്കേണ്ട ബാധ്യതകളും ബാധ്യസ്ഥകളും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഒരു മരണം ഉണ്ടാകുന്നു, ഒരു നാട്ടിലെ കുറച്ചധികം പേർ ഒരു മാസ് പെറ്റീഷൻ അവർ മരണത്തിൽ സംശയം ഉണ്ടാകുന്നു. ആ സംശയം ദൂരീകരിക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണോ? അല്ലേ? തീർച്ചയായിട്ടും ബാധ്യസ്ഥരാണ് എന്ന് തന്നെയാണല്ലോ നമ്മുടെ സമൂഹത്തിലെ ഉത്തരവുണ്ടാകുക. അപ്പൊ 2-3 കാര്യങ്ങളുണ്ട്. എല്ലാ കാര്യത്തിലും നമ്മളൊരു ദുരൂഹത ആരോപിക്കുന്നത് ശരിയാണോ എന്ന് നോക്കണം. ശ്രീ രഞ്ജിത്ത് അഡ്വക്കേറ്റ് അടക്കമുള്ള ആൾക്കാർ വളരെ വ്യക്തമായി തന്നെ കാര്യം പറഞ്ഞു. VSDP പോലെ, വൈകുണ്ഠസ്വാമി ധർമ്മപരിപാലന യോഗം പോലെ, ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻജിയെ പോലെ വളരെ പ്രമുഖരും സമൂഹത്തിൽ വളരെ ആദരിക്കുന്നവരുമായി അവരുടെ നിലപാടൊക്കെ പറഞ്ഞു. അപ്പം ചുറ്റുമുള്ള ആൾക്കാരെ എല്ലാം കൂടെ നമ്മൾ പരിഗണിക്കണം. ചില ആൾക്കാർക്ക് ദുരൂഹത കാണാം. കാരണം നമ്മുടെ നാട്ടിൽ ചിലപ്പോഴെങ്കിലും ഒരു ദുരൂഹത വ്യവസായം നിലനിൽക്കുന്നു എന്ന് തോന്നാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സംശയങ്ങളുണ്ടെങ്കിൽ ദൂരീകരിക്കണം. ഇന്നലെയൊക്കെ അങ്ങയുടെ അടക്കം പല ചാനലുകളിലും ഞാനടക്കമുള്ള ഒരുപാട് പേര് പറഞ്ഞ നിലപാടാണ് ആത്യന്തികമായി ശരിയായി വന്നത്. ബഹുമാനപ്പെട്ട കോടതിയിലേക്ക് പോയി, കോടതി കുഴപ്പമില്ല തുറന്നോളാൻ പറഞ്ഞു. അങ്ങനെ ആകുമ്പം കുടുംബം പോലും അത് സമ്മതിച്ചു. അപ്പം ഇതെല്ലാം നടത്തിക്കൊണ്ട് പോകാൻ ഉള്ളൊരു മനസ്സ് വേണം എന്നുള്ളതാണ്. ഇപ്പൊ എനിക്കതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല. ഞാനൊരു സാധാരണക്കാരനാണ്. ഞാൻ പോളിടെക്നിക്കലോ സുവോളജിയോ ബയോളജിയോ ഒന്നും പഠിക്കാതെ വന്നിരുന്ന വ്യക്തിയാണ്. പക്ഷെ എന്നിരുന്നാലും സാധാരണക്കാർക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ. ഇത്തരം കാര്യങ്ങളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മുഴുവൻ മോശക്കാരാണ് എന്ന് ചിത്രീകരിക്കാൻ ചില ആൾക്കാർ ശ്രമിക്കുകയാണോ എന്നൊക്കെ സ്വാഭാവികമായ സംശയവും മറ്റും തോന്നാം. സമാധികൾ പല രീതിയിലുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ സവികൽപ്പ സമാധിയുണ്ട്, നിർവികൽപ്പ സമാധിയുണ്ട്, സംപ്രജ്ഞാത സമാധിയുണ്ട്.
വ്യത്യസ്ത കാര്യങ്ങളുണ്ട്. പക്ഷേ സമാധി എന്ന വാക്ക് സാധാരണഗതിയിൽ നമ്മുടെ മലയാളത്തിലും കേരളത്തിലും ഉപയോഗിക്കുന്നത് യോഗ ചെയ്തിരുന്ന യോഗിയായ സിദ്ധനായ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ മരണത്തിന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ ആത്മാവിനെയോ പ്രാണനെയോ ജീവനെയോ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് പോകുന്നതിനെയാണ് സാധാരണഗതിയിൽ സമാധി എന്ന് പറയുന്നത്. എനിക്ക് ഒരുപക്ഷെ ശ്രീ ലാൽകുമാർ വിയോജിക്കുമായിരിക്കും. എന്റെയൊക്കെ വിശ്വാസം ശ്രീനാരായണ ഗുരുദേവൻ സമാധിയായതെന്നാണ്. എന്റെയൊക്കെ വിശ്വാസം നമ്മുടെ സന്യാസിമാരെല്ലാം സമാധിയായതെന്നാണ്. ഞങ്ങൾ വിശ്വാസികൾ, ഞങ്ങൾക്കത് വിശ്വസിക്കാനുള്ള ഒരു അവസരം കൂടെ തരണം. ഇനി രണ്ട്, പ്രഥമ ദൃഷ്ടിയായെങ്കിലും ഈ പലരും ഇവരെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിയവർ തെറ്റാണെന്നാണല്ലോ തെളിഞ്ഞത്. ശരീരത്തിൽ ക്ഷതമില്ല, മുറിവില്ല. ഇനി ഭാവിയിൽ വിഷമോ ഫോറൻസിക്കിന്റെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് അറിയില്ല. ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, നാളെ ആ ഫോറൻസിക്കിന്റെ ഭാഗമായി ഈ വിഷമോ കാര്യങ്ങളോ ഒന്നും ഇല്ല, സ്വാഭാവിക മരണമാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സമൂഹത്തോട് ആ സ്ത്രീകളോട് അല്ലെങ്കിൽ അവരുടെ മക്കളോട് ഒരു ക്ഷമ പറയാനും ഖേദപ്രകടനം നടത്താനും ഉള്ള ഒരു മര്യാദ നമ്മൾ കാണിക്കണം. കാര്യം അവരുടെ അച്ഛനെ, അവരുടെ ഭർത്താവിനെ, അവരുടെ വീട്ടിലെ ഒരാളെയാണ് നമ്മുടെ പലരുടെയും സംശയം തീർക്കാൻ വേണ്ടി വെളിയിലെടുത്തത്. അതുകൊണ്ട് ആ കുടുംബത്തിന് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ക്ഷമയും. ഇനി ഒരു വരി കൂടി പറയാം, അവിടെ എന്തായാലും ഈ പ്രശ്നവും വിവാദവും അതിന്റെ സത്യം തെളിഞ്ഞിട്ട് നമ്മളെല്ലാം, പ്രത്യേകിച്ച് ഞങ്ങൾ ഹിന്ദുക്കൾ വിശ്വസിക്കുന്നവർ, ആ സമാധിയിൽ പോയി ഒന്ന് കൊള്ളണമെന്നും കൂടാണ് എന്റെ അഭ്യർത്ഥന. ഇനി അങ്ങനെയല്ല, നേരെ മറിച്ച് ഫൗൾ പ്ലേ ഉണ്ടെന്ന് പോലീസ് തെളിയിച്ചാൽ അങ്ങനെ ആയിക്കോട്ടെ. അതില്ലെങ്കിൽ എല്ലാ കാര്യത്തിനും ഈ ദുരൂഹത ആരോപിക്കുന്ന ഒരു ടെൻഡൻസി, ബാലഭാസ്കറിന്റെ മരണത്തിൽ, ഭാര്യ ലക്ഷ്മിയിൽ, അല്ലെങ്കിൽ കാണുന്ന എല്ലാത്തിലും ഒരു ദുരൂഹത ആരോപിക്കുന്ന ഒരു സ്വഭാവം നമുക്കാർക്കും ശരിയല്ല എന്ന് കേരളീയ പൊതുസമൂഹം ഓർക്കണം. ശരി, ബാലഭാസ്കറിന്റെ അച്ഛനോട് കൂടിയാണ് രാഹുൽ ഈശ്വർ പറയുന്നത് അല്ലേ? സ്വന്തം പിതാവാണ് ദുരൂഹത ആരോപിച്ചത്. പോട്ടെ, ശ്രീ ലാൽകുമാർ, അങ്ങനെ ആ കുടുംബത്തോടും പൊതുസമൂഹം മാപ്പ് പറയേണ്ട ഒരു അവസ്ഥയുണ്ടോ? ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇവിടെ സംഭവിക്കുന്നത്, ഒരു നാട്ടിൽ ഒരാൾ മരിക്കുന്നു, എന്താണ് അക്കാലം വരെ നാട്ടുകാർക്കറിയാവുന്ന ഒരാൾ മരിക്കുന്നു. ഓൾ ഓഫ് എ സഡൻ ഗോവിന്ദസ്വാമി സമാധിയായി എന്ന് പറയുന്ന ഒരു ഫ്ലക്സ് കാണുന്നു. സ്വാഭാവികമായും ഏത് നാട്ടിലും ഉണ്ടാകാവുന്ന സംശയം പോലെ ആ നാട്ടിലെയും ആൾക്കാർക്ക് സംശയം ഉണ്ടാകുന്നു. ആ നാട്ടിലെ ആൾക്കാർ സ്വാഭാവികമായും സംശയമായി മുന്നോട്ട് വരുന്നു. അത് പോലീസിലേക്ക് പോകുന്നു. പോലീസിൻ്റെയും സർക്കാരിൻ്റെയും ഉത്തരവാദിത്തം എന്താണ്? ആ ദുരൂഹത പരിഹരിക്കണം. ഇനി ഫോറൻസിക് പരിശോധന പോലും എന്തുമായിക്കോട്ടെ, ആ ദുരൂഹത പരിശോധിക്കൽ ഒരു പാതകമായി മാറുമോ പുതിയ കാല സമൂഹത്തിൽ? ലാൽകുമാർ, നോക്കൂ, ഞാനിവിടെ പറയുന്നത് പലർക്കും ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ല. പക്ഷേ സമൂഹത്തിൽ കുറച്ച് കാര്യങ്ങളെങ്കിലും ആരെങ്കിലുമൊക്കെ പറയേണ്ടതുള്ളത് കൊണ്ട് ഞാനങ്ങ് പറയാം. അതിൻ്റെ പാപഭാരം ഞാനങ്ങ് ഏക്കാമെന്ന് കരുതുന്നു. ഒരു വ്യക്തി സമാധിയായി എന്ന് അവർ അവകാശപ്പെടുന്നു. സമാധിയാവുമോ മരിക്കുവോ ഇതൊന്നും ഇവിടുത്തെ വിഷയമല്ല. സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം വിഷയം എന്താണ്? സമാധി എന്ന് പറയുന്ന ആ ടെക്നിക്കാലിറ്റിയിലാണോ കേരളത്തിലെ ചർച്ച നടന്നിട്ടുള്ളത്? ഹൈക്കോടതിയിലേക്ക് പോയത് സമാധിയാണോ അതോ മരിച്ചതാണോ എന്നുള്ളതാണോ ഇവിടുത്തെ പ്രശ്നം? നോക്കൂ, ശ്രീനാരായണ ഗുരു സമാധിയായി, അല്ലെങ്കിൽ മറ്റൊരു സന്യാസി ശ്രേഷ്ഠൻ സമാധിയായി, ആ ഡെഫിനേഷൻ വഴി അംഗീകരിച്ചു, സമ്മതിച്ചു. ഇവരെയൊക്കെ അടക്കാനായിട്ട് നാട്ടുകാരെ കാണിക്കാതെ രാത്രിയിൽ 12 മണിക്ക് കോൺക്രീറ്റ് ഇട്ട് മൂട്ടുവല്ല ചെയ്തത് ആണോ? അങ്ങനെ എവിടാ മൂട്ടിയത്? അങ്ങനെ മൂട്ടിയതിൻ്റെ ചരിത്രം കേരളത്തിലുണ്ടോ? അപ്പോൾ സന്യാസിയാണ് ഈ പറയുന്ന രീതിയിൽ. ഏത് തരത്തിലാണ് നിങ്ങൾ ഏത് ഡെഫിനേഷൻ വേണം വെച്ചോ, മരിച്ചെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഈ പറയുന്ന നേരിട്ട് വിഷ്ണുപാദത്തിൽ പൂകിയെന്നൊക്കെ നിങ്ങൾ പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പ്രശ്നം, ഈ പൂകിയ ആളെ നാട്ടുകാരെ കാണിക്കാതെ രാത്രിയിൽ ഒളിച്ചു കൊണ്ടുവന്ന് ആരും അറിയാതെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പം പൊതുസമൂഹം സംശയിക്കും, മനുഷ്യരായിട്ടുള്ളവരിൽ സംശയിക്കും, കോമൺ സെൻസ് ഉള്ളവർ സംശയിക്കും, അത് സ്റ്റേറ്റും സംശയിച്ചു. അത് കേരള ഹൈക്കോടതിയിലേക്ക് വന്നപ്പോൾ കേരള ഹൈക്കോടതിയും സംശയിച്ചു. അത് വേറെ ആരുടെയും സർട്ടിഫിക്കറ്റ് ഇവിടെ വേണ്ട. നോക്കൂ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ വീട്ടുകാർ, അവർക്ക് ബോണഫൈഡ്സ് ഇല്ല. കാര്യം അവർ ഈ ചർച്ചകൾ വന്ന ശേഷം അവരെന്തോ പറഞ്ഞത്? അവർ പറഞ്ഞത് പച്ച വർഗീയതയാണ് ഈ നാട്ടിൽ പറഞ്ഞത്. പച്ച വർഗീയത. അവരുടെ പിതാവിനെ അവർക്ക് നഷ്ടപ്പെട്ടു, അതിൻ്റെ വിഷമമൊക്കെ വേറെ. ഈ പിതാവിനെ നഷ്ടപ്പെട്ട് ഇരിക്കുമ്പോഴും അവരാ സമാധിയെക്കാട്ടിലും കൂടുതൽ പ്രശ്നം അവർക്ക് അവിടുത്തെ മുസ്ലിം വർഗീയതയായിരുന്നു അല്ലേ? അതുകൊണ്ട് സമൂഹത്തിന് എന്ത് ഗുണം ഉണ്ടാകുന്നേ? ഈ സന്യാസി വളർത്തിയ മനുഷ്യരായി കാണിക്കുന്നേ. അത്ര മോശം പ്രവൃത്തിയാണ് ഈ സംസ്ഥാനത്ത് അവർ നടത്തിയത്. അവരിങ്ങനൊരു സാഹചര്യമായതുകൊണ്ട് മാത്രമാണ്. അല്ല എങ്കിൽ അവർക്കെതിരെ കമ്മ്യൂണൽ ഹാർമണി ഡിഫീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കേസ് എടുക്കാൻ എല്ലാ വകുപ്പുകളും ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ വന്ന വേറൊരു കാര്യം, ഭസ്മവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജോർജ് ജോസഫ് സാർ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതൊരു പോസിബിലിറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്. നോക്കൂ, ഈ ആളെ ഈ പറയുന്ന സമാധി തറയിലേക്ക് അദ്ദേഹം പോയി ഇരിക്കുന്നു എന്ന് പറയുന്നു. സമാധി തറയിലേക്ക് അദ്ദേഹത്തിന് പോയി ഇരിക്കാനുള്ള ആരോഗ്യമുണ്ടോ എന്നുള്ള ചോദ്യം പൊതുസമൂഹം ചോദിക്കുന്നു, അയൽവക്കക്കാർ ചോദിക്കുന്നു, നാട്ടുകാർ ചോദിക്കുന്നു. ആ ചോദ്യം റെലവൻ്റ് അല്ലേ? അത് അന്വേഷിക്കപ്പെടേണ്ടതല്ലേ? ഇദ്ദേഹത്തെ കൊണ്ടുവച്ചു. ജോർജ് ജോസഫ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഈ കാല് മടങ്ങണമെങ്കിലും കൈ മടങ്ങണമെങ്കിലും ഒക്കെ ജീവൻ വേണം. ശരി, കൈയും കാലും ഒക്കെ മടക്കി കൊണ്ടുവച്ച് അത് കഴിഞ്ഞ് ഈ ഭസ്മം എന്ന് പറയുന്ന സാധനം വരുന്നുണ്ടല്ലോ, അദ്ദേഹം തന്നെ പോയി ഇരുന്നു ചെയ്തു എന്നിരിക്കട്ടെ. ലങ്സിലേക്ക്
ഇദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ലങ്സിലേക്ക് ഈ പറയുന്ന ശ്വാസനാളത്തിലേക്ക് ഭസ്മം പോയിട്ടുണ്ട് എങ്കിൽ അങ്ങനൊരു പോസിബിലിറ്റി ഉണ്ടല്ലോ. ഈ വായിക്കൂടെ പോകുന്ന കാര്യം ലങ്സിൽ പോകാം എന്നുള്ള പോസിബിലിറ്റി ഞാൻ അംഗീകരിച്ചു, അതവിടെ നിൽക്കട്ടെ. അല്ലാതെ അദ്ദേഹം ഈ മൂടൽ കർമ്മം നടക്കുമ്പോൾ അദ്ദേഹം ജീവൻ ഉണ്ടായിരുന്നു എന്നുള്ള പോസിബിലിറ്റി പൂർണ്ണമായി ഇപ്പം നമ്മൾ റൂൾ ഔട്ട് ചെയ്തിട്ടില്ല. അതുണ്ട്, ലങ്സിൽ ഭസ്മം ഉണ്ട് എങ്കിൽ അതിനൊരു പോസിബിലിറ്റി ഉണ്ട്, അത് ഒരു പോസിബിലിറ്റിയാണ്. അതുപോലെ തന്നെ വേറെ പല പോസിബിലിറ്റീസും ഓട്ടോപ്സിയിൽ അവർ ചെക്ക് ചെയ്യും, പോസ്റ്റ്മോർട്ടത്തിൽ അവർ ചെക്ക് ചെയ്യട്ടെ. ഇന്നത്തെ ദിവസം നമ്മൾ വരുമ്പം നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ മാധ്യമ റിപ്പോർട്ടുകളാണ്. മാധ്യമങ്ങൾ അത് വളരെ വൃത്തികേടായിട്ടാണ് കാര്യങ്ങളെ റിപ്പോർട്ട് ചെയ്തത്. അതവിടെ നിൽക്കട്ടെ. ഈ പറയുന്ന രീതിയിൽ അവരെ സംശയിക്കാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമുക്കില്ല. അവർക്കൊരു ലീവേ കൊടുക്കാമോ? തീർച്ചയായിട്ടും കൊടുക്കാം. കാര്യം നമ്മൾ വിചാരിച്ചിരുന്നത് ഇതിനെക്കാട്ടിലും കൂടുതലായിട്ടുള്ള കാര്യങ്ങളാണ്. കാര്യം ഇത്രത്തോളം അവർ ഇതിന് വാശി പിടിച്ചതുകൊണ്ട് ഒരു പൊതുസമൂഹത്തിന് നിയമത്തിനോട് ഒരു ബാധ്യതയുമില്ല എന്ന് പറയുന്നുണ്ട്. ഹൈക്കോടതി വിധി അംഗീകരിക്കാൻ പറ്റത്തില്ലെന്ന് അവർ പറഞ്ഞില്ലേ? ഹൈക്കോടതി വിധി അംഗീകരിക്കാൻ പറ്റാത്ത ആളെ പോലീസ് പിടിക്കുക എന്നുള്ളതാണ് അതിന് മാർഗം. അതിന് വേറൊന്നുമില്ല. അത് സന്യാസി ഇവിടുന്ന് നേരിട്ട് ആകാശത്തേക്ക് പോയതായാലും ഇവിടുന്ന് നേരെ സൈഡിലോട്ട് കൂടെ പോയതാണെങ്കിലും ഇവിടെ ഒരു വിഷയമേ അല്ല. ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടി സ്റ്റേറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ, വേറെ ആരെങ്കിലും കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ കൊന്ന ആളും സ്റ്റേറ്റ് ഓഫ് കേരളയും തമ്മിലായിരിക്കും ഈ ലീഗൽ ലിറ്റിഗേഷൻ നടക്കുന്നത്. കാര്യം എന്താ? ഇറ്റ്സ് എ ക്രൈം അഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ് എന്നുള്ളതുകൊണ്ടാണ്, ആ ഡെഫിനേഷനിൽ വരുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അതിന് പ്രസക്തിയുള്ള കാര്യങ്ങളാണ് ഈ സംസ്ഥാനത്ത് നടന്നത്. ഇപ്പം ഞാൻ ഒന്നുകൂടെ ഉറപ്പിച്ച് പറയുന്നു, നമുക്ക് പ്രാഥമികമായ വിവരം കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് ഈ കുറച്ച് ദിവസത്തേക്ക് അവരെ മാറ്റി നിർത്താം. അവർ പറഞ്ഞ രീതിയിൽ പോട്ടെ, അവരുടെ കർമ്മങ്ങൾ നടക്കട്ടെ. അവർ ഇനിയിപ്പം ഈ ബോഡി കൊണ്ടുവന്ന് തന്നെ ഈ മഹാസമാധിയിലേക്ക് പോകുന്നു എന്ന് ഇന്ന് പറഞ്ഞല്ലോ, ഇന്ന് അവരുടെ വീട്ടുകാർ പറഞ്ഞില്ലേ? അപ്പം ഇങ്ങനെ എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്താലും മഹാസമാധിയിലേക്ക് പോകാൻ സന്യാസി വര്യന്മാരെ വിളിച്ച് ഇത് നടക്കുന്ന കാര്യമായിരുന്നു. അത് നടക്കുന്നുകൊണ്ടാണല്ലോ അവർ നാളെ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇന്നലെ അവർ വഴക്കുണ്ടാക്കിയ വെറുതെ അല്ലേ? അപ്പം ഇത്രേ ഉള്ളൂ കാര്യം. അവരതിൽ നിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നു എന്ന് എനിക്കും നിങ്ങൾക്കും അടക്കുന്ന പൊതുസമൂഹത്തിന് തോന്നുന്നു. അത് തോന്നുന്ന തെറ്റല്ല. കാര്യം നമ്മുടെ സാധാരണ രീതിയിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആൾക്കാരറിയാതെ, എൻ്റെ അമ്മ 2 വർഷം മുമ്പ് മരിച്ചുപോയി, ഞാൻ നാട്ടുകാരെ ആരെ അറിയിക്കാതെ കൊണ്ട് അമ്മ കുഴിച്ചിടുവാണെങ്കിൽ അതിനകത്ത് എന്തോ കുഴപ്പമുണ്ടെന്നാണ് ഞാൻ കണക്കാക്കുന്നത്, പൊതുസമൂഹം കണക്കാക്കുന്നത്, മനുഷ്യരായിട്ടുള്ളവരെല്ലാം കണക്കാക്കുന്നത്. അതിനിടെ കൂടെ സമാധി അതാണ് ഇതാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ റിലീജിയസ് ആസ്പെക്റ്റിലേക്ക് തൊടാൻ ഇവിടുത്തെ പ്രാക്ടീസിങ് ലോയേഴ്സിന് ആർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടുത്തെ നിയമ സംവിധാനത്തിന് പറ്റുമെന്ന് തോന്നുന്നില്ല. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസികൾക്കും പറ്റുമെന്ന് തോന്നുന്നില്ല. അവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കാമെന്നല്ലാതെ വേറൊരു കാര്യമില്ല. ഇപ്പം നമുക്ക് ചിന്തിക്കേണ്ടത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ, ഫർദർ റിപ്പോർട്ട്സ് വരട്ടെ. ഫർദർ റിപ്പോർട്ട്സിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവരെ നമുക്ക് ചർച്ച ചെയ്യാമെന്നുള്ളതാണ്. അത് ശരിയുമാണ്. മാത്രമല്ല ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഉപദ്രവങ്ങൾ, ശാരീരിക ഉപദ്രവങ്ങൾ നേരിട്ടിട്ടില്ല എന്ന് വ്യക്തമാകുന്നു. മാൻ മിസ്സിംഗ് കേസ് എന്ന പരാതിയിൽ അതിനുള്ളിൽ ഗോവിന്ദസ്വാമി ഉണ്ട് എന്ന കാര്യം സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട്. എന്തായാലും കൂടുതൽ രാസപരിശോധന ബലപ്പെട്ട് ഞാൻ യേശുദാസിലേക്കാണ്. ഇടവേളയ്ക്ക് ശേഷം യേശുദാസ് കൂടി ചേരുന്നുണ്ട്. യേശുദാസ് അയൽക്കാരനാണ്, ഈ പരാതിപ്പെട്ട മാസ് പെറ്റീഷനിൽപ്പെട്ട നാട്ടുകാരനുമാണ്. യേശുദാസ്, ഈ ഗോവിന്ദസ്വാമി അവിടെ ഉണ്ടോ എന്നൊരു സംശയം ഉള്ളവർക്ക് എന്തായാലും ഗോവിന്ദസ്വാമി അവിടെ ഉണ്ട്. അദ്ദേഹം എങ്ങനെ മരിച്ചു എന്നതിൽ മാത്രമല്ല ഇനി വ്യക്തത വരേണ്ടതുള്ളൂ. യേശുദാസ്. ഹലോ സാറേ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഹലോ. എനിക്ക് അവർക്ക് കൊടുത്ത സമയം സാറേ എനിക്കും തരണം. ഞാൻ കേട്ടോ സാറേ? ഹലോ, പറഞ്ഞോട്ടാ പറഞ്ഞു. 35 വർഷം കൊണ്ട് പരിചയമുള്ള ആളാണ് ഈ ഗോവൻ മണി എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ. ഈ 35 വർഷത്തേക്ക് മുമ്പേ അങ്ങേക്ക് വേറൊരു പേരുണ്ടായിരുന്നു, കിഷൻ എന്നാണ് ഒരു പേര്. ഒരു വഴിമുക്ക് പ്ലാവളയിലുള്ള താമസിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അവിടെ ഒരു അടിയൊക്കെ നടത്തി 7 പേരിൽ ഒരു സ്ത്രീ വരെ വെട്ടിയിട്ട് അവിടെ നിന്ന് വന്ന് ആറാലുമുട്ടി ഒന്ന് അവിടെ നിന്ന് പേര് മാറി ഗോവൻ മണി എന്ന് പറഞ്ഞാണ് ആറാലുമുടി യൂണിയനിൽ ജോലി കയറിയത്. അവിടെ ആറാലുമുടി വസ്തു വാങ്ങിച്ച് വീട് വെച്ച് അവിടെ താമസിച്ച് ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോൾ അങ്ങനെ മൂത്തമ്മ സുഖല ഒരു സൈഡ് സ്തംഭിച്ച് പോയി മരിച്ചു. അവിടെ അടക്കം കഴിഞ്ഞു. അത് കല്ലറ കെട്ടി അവിടെ ഭസ്മവും കൂളത്തിലയും പൂവും വെച്ചാണ് അടക്കിയതും. അതിൻ്റെ കൂടെ കല്ലറ ചെയ്യണടുത്ത് കൂടെ നിന്ന് തീരുന്നൊരു രാത്രിയാണ് അത് അടക്കമായത്. ഒരു 9 മണിയായപ്പോഴാണ് അടക്കം കഴിഞ്ഞാൽ. അതിന് കൂടെ ഉണ്ടായിരുന്നവനാണ് ഞാൻ, ഒരു വ്യക്തിയാണ്. അതെല്ലാം കഴിഞ്ഞ് ആ കല്ലറ എല്ലാം കഴിഞ്ഞ് അവിടെ വീട് വെച്ചു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ യൂണിയനിൽ പോയി. 1992 ആറാലുമൂട് ഒരു അടി നടന്നതിൽ 16 ദിവസം ജയിലിൽ ഈ ഗോവൻ ചേട്ടൻ കിടന്നിട്ടുണ്ട്. അന്ന് BMS-ലായിരുന്നു. അന്ന് മുസ്ലിം ഇവരായിട്ടുള്ള പ്രശ്നത്തിലിരുന്നു. ആ അടികളെല്ലാം കഴിഞ്ഞ് 16 ദിവസം ജയിലിൽ കിടന്നിട്ടൊക്കെ ജാമ്യത്തിൽ ഇറങ്ങി വന്ന ആളാണ്. അത് 2000 ആയതിനു ശേഷം അവിടെ അങ്ങനെ ഒരു സംഭവമില്ല. ഹിന്ദു മുസ്ലിം
എന്ന ഉള്ള ചിന്തയല്ല അവിടെ. ഹിന്ദുവായാലും മുസ്ലിങ്ങളായാലും ഹിന്ദുക്കളായിരുന്ന ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞുള്ള ആ ചിന്തയല്ല. ഒറ്റ മക്കളെപ്പോലെ ജീവിക്കുന്നതാണ്. ഇത് ഇപ്പോഴും 9-ാം തീയതി നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ 9-ാം തീയതി 11 മണിക്ക് ഗോവിന്ദസ്വാമി സമാധി ഇരുന്ന് രാത്രി 3 മണി വരെ നടത്തിയെന്ന് പറഞ്ഞു. 1 വർഷം കൊണ്ട് ഒരു കിടയിൽ കിടക്കുന്ന രോഗി എങ്ങനെ സമാധി ചെന്നിരുന്നു? സമാധി കെട്ടണമെങ്കിൽ ഒരു 4 അടി വീതി 4 അടി താഴ്ചയിൽ കെട്ടി അവിടെ ഇരുത്തി അതെല്ലാം റെഡിയാക്കി എടുത്ത് മുകളിൽ സ്ലാബ് ഉണ്ടാക്കി എല്ലാം വച്ചിട്ടാണ് സമാധി പോയിരിക്കുന്നത്. ഇത് സമാധി അല്ല. ഇത് ആ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ എനിക്കും കൂടി അറിയുന്നുണ്ട്. ഞാനും കൂടി ആ കാശ് കൊടുത്തിട്ടുണ്ട് ആ ക്ഷേത്രത്തിൽ പണിയാൻ കരുതി. ആ ക്ഷേത്രത്തിൻ്റെ നാഗരിക്ക് കൊടുക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ഇപ്പം സമാധി എന്ന് പറഞ്ഞിരുന്നത് നാഗരിക്ക് ഇരിക്കാൻ വെച്ച സ്ഥലത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് തൊട്ടടുത്ത് ഫോറസ്റ്റിൽ ജോലിയുള്ള ബാലേന്ദ്രൻ സാറാണ് 1 സെൻറ്റ് സ്ഥലം കൊടുത്ത് നാഗരിക്ക് വച്ചിരിക്കുന്നത്. ഇവിടെ അതല്ല ഇവർ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ മോഹൻ പറഞ്ഞു രാജസേനം പറയണമെന്ന് പറഞ്ഞാൽ അച്ഛൻ 2 കരിക്ക് ജപിച്ച് കുടിച്ചു, വന്നു തിരിച്ച് വീട്ടിൽ വന്ന് അത് കഴിഞ്ഞപ്പോൾ കഞ്ഞി കുടിച്ചു, അത് കഴിഞ്ഞിട്ട് BP ഷുഗറിൻ്റെ ഗുളിക കഴിച്ചു, ചെന്ന് സമാധിയായിട്ട് ഇരുന്നെന്ന്. സമാധിയായിട്ടിരിക്കാൻ ഈ 1 വർഷം കൊണ്ട് മൂത്രവും മലവും എടുത്ത് മക്കളും ഭാര്യയും എടുക്കുന്നതാണ്. 2 ആഴ്ചയ്ക്ക് മുമ്പ് മൂത്ത അമ്മായി മൂത്രം ഒഴിച്ചിൻ്റെ തുണി മാറിയപ്പോൾ തിരിച്ച് ടക്കനെ ചീത്ത വിളിച്ചാൽ ഇപ്പം അമ്മ തുണി മാറ്റിയല്ലേ ഓടെ മൂത്രം ഒഴിച്ചെന്ന്. തൊട്ടടുത്ത വിശമ്പൻ്റെ ഭാര്യ മക്കളും കേട്ടു. അത് എൻ്റെ കൂടി വന്ന് പറഞ്ഞു ഞാൻ തൊട്ട് ഒരു 300 മീറ്ററിന് അടുത്താണ് ഞാൻ താമസിക്കുന്നത്. എനിക്കൊരു സ്വന്തം ചേട്ടൻ പറയണം ആ മക്കൾ നോക്കാത്തായിരുന്ന ഈ അച്ഛനെ ഇങ്ങനെ കഴിഞ്ഞ് സമാധി ഇരുന്നതാണ്. മൂത്തമ്മൻ ഒരു വേറെ മൊഴി കൊടുക്കുന്നു, അച്ഛൻ വീട്ടിൽ സമാധിയായിട്ട് ചമ്മണം കൂട്ടിയിരുന്നു, കൈ പൊക്കി വെച്ചിരുന്നു. ഇതാ അത് കഴിഞ്ഞിട്ട് അമ്മ സരോനി ചേച്ചി പറയുന്നു ഞാൻ ചെന്ന് നോക്കിയപ്പോൾ നെഞ്ച് ഇടിക്കുന്നു, തേളയിടിക്കുന്നു. ഇത് ആര് പറയണം വിശ്വസിക്കാം? ഞങ്ങളിവിടെ ഈ 10-ാം തീയതി നോക്കിയപ്പോൾ രാവിലെ ഞാൻ കട തുറക്കാനായിട്ട് റോഡിൽ പോയപ്പോൾ 6 മുട്ടി പോയപ്പോൾ പോസ്റ്റർ ഇല്ല. തിരിച്ച് 7 മണിക്ക് തിരിച്ച് കടയിൽ നിന്ന് വീട്ടിൽ വന്ന് നോക്കാനായിട്ട് വന്നപ്പോഴാണ് ഒരു പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത്, ഗോവൻ സ്വാമി സമാധിയായി എന്ന്. അത് എങ്ങനെ വിശ്വസിക്കാൻ നോക്കും? ഈ മരിച്ചവൻ തൊട്ടടുത്ത് താമസിക്കുന്ന ഞങ്ങളെ 4-5 വീട്ടുകാർ അറിയിച്ചോ? എങ്കിൽ ഞങ്ങൾ അങ്ങേക്ക് ഈ കല്ലറ പേട്ടിക്ക് സമാധി വിളിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ലല്ലോ. തിരിച്ച് വാർഡും പറഞ്ഞ് അറിയിച്ചില്ല. അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കൊണ്ടുവന്ന് അത് പരിശോധിച്ചാൽ ഇത് ഒന്നും ചെയ്തില്ല. ഈ 2 മക്കളും അമ്മയും മരുമോളും കൂടി ചെന്ന് മരിച്ച് സമാധി ഇരുന്നവന്ന് എഴിച്ച് നടക്കാൻ പോകാൻ ബാത്റൂമിൽ പോകാത്ത ഒരു മനുഷ്യൻ എങ്ങനെ ഈ തൊട്ടടുത്ത് ഒരു 10 മീറ്ററിന് അപ്പുറത്ത് നിന്ന് അമ്പലത്തിൽ നിന്ന് കരിക്ക് ജപിച്ച് കുടിച്ചെന്ന് ഈ രാജസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു മോൻ പറയണത് വിശ്വസിക്കാൻ നോക്കോ? കഞ്ഞി കുടിച്ചെന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ നോക്കുമോ? പറ്റൂല. BP സമാധി ഇരിക്കാൻ പോണ ഒരാൾ BP ഷുഗറിൻ്റെ ഗുളിക വാങ്ങിച്ച് കഴിച്ചുകൊണ്ട് ചെന്നിരിക്കാൻ പറ്റുമോ? പറ്റൂല. ഇതെല്ലാം പറഞ്ഞ പച്ചക്കള. ഞങ്ങൾ വേറെ പറഞ്ഞിട്ടുള്ളത് കാണാനല്ല. ഇങ്ങനെ മിസ്സിങ് എന്ന് പറഞ്ഞ് നമ്മളിവിടെ വന്ന് പരാതി കൊടുത്തപ്പോഴും പോലീസുകാർ വന്ന് ചാനലുകാർ വന്ന് ഫസ്റ്റിലെ അതിന് മൊഴി ഞാൻ കൊടുക്കുന്നു. ഇത് സംഭവം നമുക്ക് സംശയമുണ്ട് ഞാനെന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് കൊടുത്ത് മൊഴി കൊടുത്തത് ഞാനാണ്. ഈ സ്റ്റേഷനിൽ വിളിച്ച് പറയാൻ വാർഡ് മെമ്പറെ വിളിച്ച് നാട്ടുകാരെ വിളിച്ച് അറിയിച്ചതിലും ഞാനും വിശംബരനും മുന്നിട്ട് നിന്നാണ് ഇത് ചെയ്തത്. ഈ മിസ്സിങ്ങിന് ആളെ കാണാനെന്ന് പറഞ്ഞ് കൊടുത്തത് ഞങ്ങളാണ്. ഇതെന്നിട്ട് എന്തെങ്കിലും ഒരു അയൽവക്കക്കാരനാണ്, ഒരു 300 മീറ്റർ വ്യത്യാസമല്ലേ ഞാനുള്ളത്. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വേറെ എത്ര വീടുകളടുത്തുണ്ട്. അല്ലെങ്കിൽ ഈ തൊട്ടടുത്തിരിക്കുന്ന പുള്ളിക്കാരനെ ഒന്നും അറിയിച്ചിട്ടില്ല, വിശംബരം എന്ന് പറഞ്ഞാൽ അറിയിച്ചിട്ടില്ല. ഇത് ആരും അറിയിക്കാതെ ഇവർ സ്വന്തമായിട്ട് സമായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഒരു ഹിന്ദു വിശ്വാസിയാണ്. ഞാൻ എൻ്റെ 15ാമത്തെ വയസ്സ് തൊട്ട് ഞാൻ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഇതിൽ ചെയ്യണതിൽ ഞാൻ തമിഴ്നാട്ടിൽ കണ്ടിട്ടുണ്ട് സമാധി ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ സമാധി എന്ന് പറഞ്ഞത് ചെന്നിരുന്ന ഇരിക്കാൻ പോലും സ്ഥലമില്ലാത്ത ഒരു ആൾത്തറ ഉണ്ടാക്കി. മുമ്പ് ആൾത്തറ ഇരുന്ന ക്ഷേത്രം, പഴയ ക്ഷേത്രം, ഇപ്പം ഇരിക്കുന്ന ക്ഷേത്രമല്ല, പഴയ ക്ഷേത്രത്തിന് വേണ്ടി ആൾത്തറ വെച്ച സ്ഥലമാണത്. ഗോവൻ ചേട്ടൻ വെച്ചതാണ്. രണ്ടാമതാണ് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ അവിടെ മരുത്തുമല എന്ന് പറഞ്ഞിടത്ത് ആശ്രമം കെട്ടിയത്. ആശ്രമം കെട്ടി അവിടെ ചെന്ന് ഇരുന്നിട്ട് ഇവരെല്ലാം ഇരുന്നിട്ട് അവിടെ നിന്ന് ഒരു പൊന്നുസ്വാമി എന്ന് പറഞ്ഞ ആളിന് വിറ്റു. അവിടെ നിന്ന് കിട്ടിയ പൈസയും നാട്ടുകാരുടെ പൈസയും കൂടി വാങ്ങിച്ചു വരികയാണ് ഈ ക്ഷേത്രം പണിത്. ചെയ്തെല്ലാം പൂർത്തിയായില്ല. എന്നിട്ട് ഇനി ചുറ്റും ഒരുപാട് പണിയാനാണ് നടക്കുന്നത്. അതിനിടയ്ക്ക് 2016 പ്രതിഷ്ഠ വച്ചു. അപ്പോഴും ഗോവൻ ചേട്ടന് നല്ല ആംബിയറും കഴിവും ഉണ്ടായിരുന്നു. ഒരു 1.5 വർഷം വരെ നാട്ടുകാരെ വെച്ച് നടത്തി എല്ലാം ചെയ്തു. ആ ക്ഷേത്രത്തിൽ വരാൻ ഒരു വഴി പോലും ഇല്ലായിരുന്നു. ഒരു ബാബു പോലീസ് എന്ന് പറഞ്ഞ ഒരാളെ സ്ഥലം വിട്ടു. തൊട്ടടുത്ത് വഴിമുക്കി എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിൻ്റെ സ്ഥലം വിട്ടുകൊടുത്തു, റോഡിന് കോവിലേക്ക് പോട്ടെന്ന് പറഞ്ഞ്. തൊട്ടടുത്ത് ബാലേന്ദ്രൻ, ഈ ബാബു പോലീസുകാരൻ്റെ സ്വന്തം അളിയൻ, ഭാര്യയുടെ സഹോദരൻ, 1 സെൻറ്റ് സ്ഥലം നാഗരിക്ക് വേണ്ടി അത് വിട്ടുകൊടുത്ത്. മുനിസിപ്പാലിറ്റി ചെയർമാൻ SS ജയകുമാർ അടുത്ത കണ്ടം അത് വയലിൽ അവർ റോഡ് കോവിലേക്ക് പോകാൻ വിട്ടുകൊടുത്ത്. എല്ലാം ചെയ്ത് കോവിലെല്ലാം അവർക്ക് റെഡിയായി, റോഡ് വീതിയായി എല്ലാം വന്നപ്പോൾ പിന്നെ നാട്ടുകാർ വേണ്ട അവർക്ക് സ്വന്തമായിട്ട് ആ ക്ഷേത്രം തൊട്ടടുത്ത് 1 കിലോമീറ്റർ അടുത്ത് 4 ക്ഷേത്രമുണ്ട്, ശിവക്ഷേത്രം. അതിൽ ഇതെന്ന് പറഞ്ഞാൽ കാവുകള ക്ഷേത്രം ശിവക്ഷേത്രം, തൊട്ടടുത്ത് ചെറിയകുണത്ത്, അതിൻ്റെ തൊട്ട് റോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറുസൈഡ് തുടിക്കൂടാണ് ശിവക്ഷേത്രം, അത് കഴിഞ്ഞാൽ കൈതൊട്ട ശിവകോലും. ഇവിടെ വയ്ക്കുന്നത് ഈ ക്ഷേത്രത്തിൽ ഈ 2016 പ്രതിഷ്ഠ കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞ ശേഷം പിന്നെ ആരെയും അംഗീകരിക്കില്ല. രാത്രി 12:30 മണിക്ക് ശേഷം 1 മണിക്കാണ് പാട്ടിടുന്നതും അവിടെ പൂജ നടത്തുന്നത്. ഈ ഗോവൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഒരു ആംബിയറായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഈ രീതിയിൽ ക്ഷേത്രം വലിയ രീതിയിൽ വരുമെന്ന്.
ശരിയാണ്. ശരി, എല്ലാ താങ്കൾ നേർക്കുന്ന പ്രശ്നങ്ങൾ അറിയാവുന്ന കാര്യം താങ്കൾ പറയാം. ഒരു ചെറിയ സമയപ്രശ്നം ഞാൻ ഇടപെടുകയാണ്. അടുത്ത രഞ്ജിത്തിനെന്തിന് ഇവിടെ ആ നാട്ടിൽ നടന്ന എന്താണെന്ന് കൃത്യമായി പറയുക. പറയട്ടെ എന്നാ പറഞ്ഞ് പൂർത്തിയാക്കി കേട്ടോ സാറേ. ഒരു മിനിറ്റ് അവിടെ ഇതുണ്ട്. ഇത് കഴിഞ്ഞിട്ട് തുടിക്കൊണ്ടു അവിടെ ക്ഷേത്രത്തിൽ ഡെയിലി ആഴ്ചയിൽ 3 ദിവസം മുളക് കത്തിക്കുന്നു. ഈ കൈതൊട്ടുകൊണ്ട് രാവിലെയും വൈകുന്നേരം കത്തിക്കുന്നു. ഇത് ഞങ്ങൾക്ക് കോവിലിന് ആവശ്യമൊന്നുമില്ല. ഇവിടെ ഇവരുടെ മകൻ പറയണ് ഹിന്ദു മുസ്ലിങ്ങൾ തമ്മിൽ അടിക്കാൻ വേണ്, SDPക്കാർ ഇവിടെ അടിക്കാൻ വന്ന്. അങ്ങനെ ഒന്നും വന്നില്ല. ഒരു വീട്ടിലൊരു മരണം ഒരാളെ കണ്ടില്ല എന്ന് സമാധിയിരുന്നെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മരിച്ചെന്ന് പറഞ്ഞാൽ ആറാലും കൂടി സംബന്ധിച്ചോളം ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിം ഒറ്റക്കെട്ടായിട്ട് വന്ന് സഹകരിച്ച് പോകണമാണ്. അവിടെ ഇപ്പോൾ ആർക്കും അവിടെ രാഷ്ട്രീയമൊന്നോ അല്ലെങ്കിൽ മതമൊന്നോ അവരുടെ ഒറ്റ ചിന്തയിൽ പോകണമല്ല. ഇന്ന് ഞാൻ ഒരു ക്രിസ്ത്യാനിയായിരുന്നവനാണ്. എൻ്റെ കുടുംബപരമ്പര ക്രിസ്ത്യാനിയാണ്. 15 വയസ്സ് തൊട്ട് ഞാൻ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുകയാണ്. 29 വർഷം കൊണ്ട് ഞാൻ സ്ഥിരം ചക്കുളത്ത് പോയവനാണ്. 22 വർഷം കൊണ്ട് ഞാൻ ശബരിമല പോകുന്നു. എല്ലാ ക്ഷേത്രങ്ങളും ഞാൻ പോണ ഒരു വിശ്വാസമായിട്ടിരിക്കുകയാണ്. എൻ്റെ കൂടി കഴിഞ്ഞ ചാനൽ ആരോ പറഞ്ഞിട്ട് ഞാൻ ഒരു ക്രിസ്ത്യാനിയല്ലേ, ഞാൻ ഒരു ഭീകരനല്ലേ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സാറേ. ഇതങ്ങനെയല്ല. സത്യം എവിടെയാണ്? ഇത് തെളിയട്ടെ. ഹൈക്കോടതി വന്നു. അടുത്ത എന്താണെങ്കിലും ബാക്കിയുള്ള പരിശോധന എല്ലാം തെളിവരട്ടെ. നല്ല രീതിയിൽ അങ്ങനെ രീതിയിൽ മരിക്കേണ്ട ഒരു ഇട ഇവർ കൊടുത്തില്ല. അതിൽ ഏത് സംഘവും പറയാം. ദീർഘനാൾ അറിയാവുന്ന കാര്യമാണ്. അടുത്ത് രഞ്ജിത്ത് ഇതാണ് കാര്യം എന്ന് പറഞ്ഞാൽ ദീർഘനാളെ അവിടെ നിൽക്കുന്ന അവിടെ ആ നാട്ടിലെ കമ്മ്യൂണൽ ഹാർമണിയെ പറ്റി നന്നായി അറിയാവുന്ന യേശുദാസ് കാര്യം പറയുകയാണ്. അതിനിടയിൽ നിങ്ങൾ ഇല്ല മറ്റേ എന്താണ് മുസ്ലിം തീവ്രവാദികൾ എന്നൊക്കെ ഇടയ്ക്ക് ആ സനന്തം പറഞ്ഞു. അത് പോട്ടെ എന്ന് വെക്കാൻ കഴിയുന്നതല്ല. എങ്കിൽ കൂടിയും പിടിച്ചു നിൽക്കാൻ വായി തോന്നി എന്തോ പറഞ്ഞു എന്ന് വെക്കാം. അതിന് പിന്തുണ നൽകിയ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ശ്രീ രഞ്ജിത്ത്, ഇവിടെ ഈ സമാധി സ്ഥലത്ത് വെച്ച് ശ്വാസകോശത്തിൽ ഭസ്മം കയറി ഒന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. ഭസ്മം കടന്നിട്ടുണ്ടെങ്കിൽ അത് ശ്വാസം മുട്ടലും ഹൃദയാഘാതത്തിനും കാരണമൊക്കെ ആകാം. ആ പോസിബിലിറ്റി പോലീസ് പരിശോധിക്കുന്നു. അതിലും ഒരു അന്തിമ ഫലം വരാനിരിക്കുന്നു. 2, ഈ തലയിലെ എന്തോ കരിവാളിച്ച പാടുകളുണ്ട്. അതിൽ വ്യക്തത വരുത്താൻ വേണ്ടി ഹിസ്റ്റോപത്തോളജി ഫലം കിട്ടാൻ വേണ്ടിയിരിക്കുന്നു. വിഷാംശമുണ്ടോ എന്നറിയാൻ ആന്തരിക അവയവങ്ങളുടെ ഈ പറയുന്ന ഫോറൻസിക് പരിശോധന ഫലം കൂടി കിട്ടണം. എന്നാൽ മാത്രമേ ഇതിലെ അസ്വാഭാവികത എലമെന്റ് പൂർണ്ണമായി തള്ളിക്കളയാൻ കഴിയൂ. ഇനി അത് സ്വാഭാവിക മരണമാണെന്ന് തന്നെ ഇരിക്കട്ടെ, ഇത് ഇത്രയും പ്രശ്നമാക്കുന്നതിൽ ഈ വീട്ടുകാർക്കും നിങ്ങൾക്കുമൊക്കെയുള്ള പങ്കില്ലാതാകുമോ? ഇത്രയും ദുരൂഹമാക്കിയ കാര്യം തൊട്ടടുത്തുള്ള യേശുദാസിനോട് പറയാണ്. ഹാഷ്മി, ഈ കഴിഞ്ഞ ഒരാഴ്ച കാലയളവോളം എൻ്റെ കക്ഷികളെ ഈ യേശുദാസൻ എന്ന് പറയുന്ന വ്യക്തി പല മാധ്യമങ്ങളിലൂടെ പല തവണയായിട്ട് അദ്ദേഹം ടാർണിഷ് ചെയ്ത് കാണിക്കുകയാണ്. അയാൾക്ക് ഈ കഴിഞ്ഞ സ്വന്തം അച്ഛനെക്കുറിച്ച് സ്വന്തം അച്ഛൻ ഏറ്റവും അവസാനമായിട്ട് മസ്റ്ററിങ്ങിന് വരെ നടന്നുപോയി എന്ന് മക്കൾ പറയുന്നു. മിസ്റ്റർ യേശുദാസൻ, നിങ്ങൾ എന്നാ ഏറ്റവും അവസാനമായിട്ട് ഈ വീട്ടിൽ പോയത്? എന്താ നിങ്ങൾ ഏറ്റവും അവസാനമായിട്ട് പോയത്? ഷാഹിദയുമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്? ഷബ്ന രവിയുമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്? അതൊക്കെ നിങ്ങൾ മറുപടി പറയണം. നിങ്ങൾക്ക് എന്താണ് അവിടുത്തെ വെസ്റ്റഡ് താല്പര്യം? നിങ്ങൾ കേസിൽ പ്രതിയായിട്ടില്ലേ? നിങ്ങൾ ക്രൈം കേസിൽ പ്രതിയായിട്ടില്ലേ മിസ്റ്റർ യേശുദാസൻ? നിങ്ങളുടെ കൈകൾ ശുദ്ധമാണോ? ഒരാളെ കണ്ടില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയും ഞാൻ പ്രതിയല്ല. ഒരാളെ മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പരാതി തെറ്റ് ഞങ്ങൾ പരാതി ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഒരാൾ നടന്നു പോയില്ലല്ലോ. ആ സുഖമില്ലാതെ 1 വർഷം കൊണ്ട് കിടന്നു പോണ സാറ് കണ്ടോ? സാറെ തൊട്ടടുത്ത് താമസിക്കുന്നത് ഞങ്ങൾക്ക് അറിയില്ല. കള്ളം പറഞ്ഞു പച്ചക്കള്ളം പറയരുത്. രഞ്ജിത്ത്, വീടിനടുത്ത് താമസിക്കുന്നവരാവട്ടെ പറയുന്നതൊക്കെ. ഒരാഴ്ചയായിട്ട് ഒരു കുടുംബത്തെ മിസ്റ്റർ യേശുദാസൻ നിങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. നിങ്ങൾ ഒരാഴ്ചയായിട്ട് ഒരു കുടുംബത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. ഒരു മാസ് പെറ്റീഷനും ഇല്ല. അവർക്കറിയാവുന്നതുപോലെ അവരൊരു സമാധി നടത്തി. യേശുദാസ, ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. എന്ന് പറയുന്നത് സർക്കാർ ഒരാളെ കാണാനില്ലെന്ന് അത് പിന്നെ ഒരാഴ്ച രഞ്ജിത്ത്, ഇവിടെ വീടിന് തൊട്ടടുത്തുള്ള ആളാണ് യേശുദാസൻ. രഞ്ജിത്ത്, വീടിന് തൊട്ടടുത്തുള്ള ആളാണ് യേശുദാസൻ. അപ്പൊ യേശുദാസിനെ അറിയുന്നതിൽ കൂടുതൽ നമുക്കൊക്കെ അറിയാൻ പറ്റുമോ?
ഓ. അത് തന്നെയാണ് ഏറ്റവും വലിയ സംശയം. യേശുദാസന്റെ വീട്ടിലോട്ട് പോകുവാൻ കൃത്യമായിട്ട് നല്ലൊരു വഴിയില്ല. യേശുദാസന്റെ വീട്ടിലോട്ട് പോകുവാൻ കൃത്യമായിട്ട് നല്ലൊരു വഴിയില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. യേശുദാസനും ഈ വീട്ടുകാരും തമ്മിൽ അത് രഞ്ജിത്ത് ചന്ദ്രൻ ചുമ്മാ പറയുന്ന കേട്ടോ. നിങ്ങൾ ഈ വിശ്വംബരന്റെ കാര്യം ആദ്യം പറഞ്ഞു. വിശ്വംബരന്റെ വീട്ടിലോട്ട് പോകാൻ വിശ്വംബരന്റെ വഴിക്ക് ആവശ്യമില്ല. വിശ്വംബരന്റെ വീട്ടിലോട്ട് പോകാൻ ഈ പറയുന്ന സമാധി മണ്ഡപം മാറ്റി വഴി കൊണ്ട് ആവശ്യമില്ല. വിശ്വംബരന്റെ വീട്ടിലോട്ട് പോകുന്ന വഴി അതല്ല. രണ്ടാമത്തെ കാര്യം, വിശ്വംബരൻ നേരിട്ട് കൊണ്ടുപോയി പരാതി കൊടുത്തിട്ടില്ല. വിശ്വംബരൻ മാസ് പെറ്റീഷൻ ഒരാൾ മാത്രമാണ്. നിങ്ങൾ ഒരു വ്യക്തിയെ സെലക്ട് ചെയ്ത് ആക്രമിക്കുക അല്ലേ? അതെന്ത് തന്ത്രമാണ്? അതാണ് ദുരൂഹത, സംശയം ഉണ്ടാവുന്നത്. യേശുദാസന്റെ വീട്ടിലോട്ട് പോകാൻ എല്ലാ ഭാഗത്തൂടെയും വഴി വേണമെന്ന് ആവശ്യപ്പെടുന്ന വ്യക്തിയാണ്. ഒരു ഭാഗത്തൂടെ അല്ല, യേശുദാസന്റെ വീട്ടിലോട്ട് വരാൻ എല്ലാ ഭാഗത്തോടും വഴി വേണമെന്ന് വിശ്വംബരൻ ചേട്ടന് വീട്ടിലോട്ട് വഴി പോകാൻ പറ്റില്ല. അങ്ങനെ അല്ല, വിശ്വംബരനും ഈ പറയുന്ന മണ്ഡപം ഇരിക്കുന്നിടത്തോളം വിശ്വംബരൻ ചേട്ടൻ വീട്ടിലോട്ട് പോകാൻ പറ്റത്തില്ല. ചുമ്മാ പറയുന്ന അല്ല രാഹുൽ സമാധി ആയി എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ട് ഒരു കാര്യം മാത്രമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അവിടെ ഈ മുസ്ലിങ്ങളെ ചേർത്ത് ചില മോശം പ്രയോഗം പറയുന്നതും അവിടുത്തെ കുടുംബത്തിലെ ചില ആൾക്കാരെങ്കിലും ഓൺലൈൻ മീഡിയയോടാണെങ്കിലും ഇത് മുസ്ലിം ഹിന്ദു പ്രശ്നമാണെന്നൊക്കെ ചിത്രീകരിക്കുന്നതും അത് കുടുംബത്തിന്റെ വിശ്വാസ്യത കുറയ്ക്കുമെന്നും കൂടി നമ്മൾ ധരിക്കണം. എന്റെ വിശ്വാസം ഗോവിന്ദ സ്വാമി സമാധി ആയെന്നാണ്. ഞാൻ അവിടെ പോവുകയും ചെയ്യും, ഒരു സംശയവുമില്ല. പക്ഷേ പലപ്പോഴും ചില വരുന്ന പരാമർശങ്ങൾ എന്തോ മറയ്ക്കാൻ വേണ്ടിയാണെന്ന് പൊതുസമൂഹമോ അല്ലെങ്കിൽ ലാലടക്കമുള്ളവർ വിമർശിച്ചാൽ അതിനെ നിരസിക്കാൻ പറ്റാതാകുന്നത് ഇത് കവറപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുകയാണോ എന്നൊരു ധാരണ വ്യാപകം. അത് ശരിയാണ്. ഇടവേളയിൽ പോകണം. എന്തായാലും മുസ്ലിം തീവ്രവാദികൾ എന്നൊക്കെ പറഞ്ഞാൽ അത് വെറും നമ്പർ മാത്രമായിരുന്നു എന്ന് അതിനുശേഷം വ്യക്തമാവുന്നുണ്ട്. എന്തിനാണ് ആ നമ്പർ അവർ ഇറക്കിയത്? അതിന് പിന്തുണ കൊടുത്ത ചില പ്രസ്ഥാനങ്ങൾ ഒരു സമയം കഴിയുമ്പോഴേക്കും നൈസായിട്ട് പിൻവലിക്കുകയും ചെയ്തു. അതൊക്കെ ശരിയാണോ? ശരിയായ ആറ്റിറ്റ്യൂഡ് നിലപാടുമാണോ എന്നത് അത് പറഞ്ഞവർ ചെയ്തവർ തീരുമാനിക്കട്ടെ. തിരികെ എത്താം. ഞാൻ അഭിഭാഷകയിലേക്ക് തന്നെയാണ് ചെറിയ ഇടവേള. അടുത്ത രഞ്ജിത്ത് ചന്ദ്രൻ യേശുദാസ് ചേട്ടൻ പറഞ്ഞാൽ അതിനു മുമ്പ് തന്നെ അറിയാമായിരുന്നു ഈ ക്ഷേത്രം വെക്കാനും ക്ഷേത്രത്തിൻ്റെ വഴി ഉണ്ടാക്കാനും ഒക്കെ എല്ലാ മതവിഭാഗങ്ങളുടെയും സഹായമൊക്കെ കിട്ടിയുണ്ടാക്കിയ ഒരു ക്ഷേത്രമാണത്. അവിടെ എല്ലാ പരിപാടിക്കും, എല്ലാ മതവിശ്വാസികളുടെ പരിപാടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആ സഹായം ഉണ്ടാകുന്ന അത്തരത്തിൽ കമ്മ്യൂണൽ ഹാർമണി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതിനിടയിൽ ഈ പറയുന്ന അന്ന് എന്താണ് ഈ സമാധി സ്ഥലത്തേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു കുത്തിത്തിരിപ്പ് പറയാൻ സനന്ദൻ സ്വന്തമായി തീരുമാനിച്ചതാണോ അതോ അവിടെ എത്തിയ മറ്റാരെങ്കിലും അത് പറയിപ്പിച്ചതാണോ രഞ്ജിത്ത്? ഹാഷ്മി, അങ്ങയുടെ അടക്കമുള്ള റിപ്പോർട്ടർമാർ, അങ്ങയുടെ ചാനലിൻ്റെ അടക്കമുള്ള റിപ്പോർട്ടർമാർ അന്നേ ദിവസം അവിടെ ഉണ്ടായിരുന്നല്ലോ. എന്തിനാണ് നമ്മുടെ വീട്ടുകാരെ പ്രതികരിച്ച് ഞാൻ അടക്കമുള്ള ആൾക്കാർ അന്ന് ബഹുമാനപ്പെട്ട RDOയോട് ചോദിച്ചു, സാർ 196 പ്രകാരമുള്ള നോട്ടീസാണ് താങ്കൾ ഇവിടെ സെർവ് ചെയ്തതിന് SHOയ്ക്ക് സെർവ് ചെയ്തതിന് ശേഷം നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതിനകത്ത് പറയുന്നില്ലേ പോലീസ് ഇൻവെസ്റ്റിഗേഷന് ഉപരിയായിട്ട് ഇൻ അഡീഷൻ ടു ദ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ യു ഹാവ് ടു ഇൻവെസ്റ്റിഗേറ്റ് ദാറ്റ് മാറ്റർ. താങ്കൾക്കൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്താനുള്ള എല്ലാ പ്രൊവിഷൻസും എല്ലാ സ്വാതന്ത്ര്യവും 196 പ്രൊവിഷനിൽ കൊടുക്കുന്നില്ലേ എന്ന് അങ്ങയോട് ചോദിച്ചു. അങ്ങ് അതിൽ പ്രകാരം ഏതെങ്കിലും ഒരു കാര്യം ആരോടെങ്കിലും, ഈ 3 വ്യക്തികളോട്, ഈ അമ്മയോട്, ഈ 2 മക്കളോട് അങ്ങ് ഈ കാര്യത്തിനെ കുറിച്ച് ചോദിച്ചു? അങ്ങ് സ്ട്രെയിറ്റ് അവേ വന്നിട്ട് ഈ കല്ലറയുടെ അളവും നീളവും എടുത്തുകൊണ്ട് അതിൻ്റെ മാസർ തയ്യാറാക്കി അത് പൊളിക്കാൻ വേണ്ടിയല്ലേ നിൽക്കുന്നത്? ഈ കാര്യം മാത്രമേ അന്ന് RDOയോട് ചോദിച്ചോളൂ, മറ്റൊരു കാര്യവും RDOയോട് ചോദിച്ചില്ല. അതൊക്കെ ശരി. പക്ഷേ ഒരു ധ്രുവീകരണ നീക്കം നടത്താനുള്ള നീക്കം ഉണ്ടായി. അതിന് ചില പ്രസ്ഥാനങ്ങളുടെ പിന്തുണ കിട്ടി. അത് ഫൗൾ പ്ലേ ആയി പോയി. ആ സമയത്ത് ശ്രീ ഹാഷ്മി, ആ സമയത്ത് ഒരു സംഘടിത മതവിഭാഗത്തിൽ പെടുന്ന ചില ആൾക്കാർ വന്നിട്ട് ഇപ്പൊ പൊളിക്കണം എന്ന് പറഞ്ഞാൽ അതിൽ ഒരു മകൻ അയാളുടെ വൈകാരികമായിട്ടുള്ള ഒരു വിക്ഷോഭം നടത്തിയാൽ നമുക്ക് എങ്ങനെ അത് കുറ്റം പറയാൻ വേണ്ടി പറ്റും? അങ്ങനെ ഉണ്ടായോ വിശ്വാസം? അങ്ങനെ എന്ന് ആവശ്യപ്പെട്ടാൽ കോടതി പറഞ്ഞു തീവ്രവാദികളെ
ആ നാട്ടുകാരൻ പറയുന്നു അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരിക്കലുമില്ല. ഒരിക്കലുമില്ല. ഇപ്പം പൊളിക്കണമെന്നൊന്നും പറയില്ല. ഇത് യേശുദാസ്, പച്ചക്കള്ളമാണ്. ഞാൻ ഈ ഇത് സമയത്ത് വെറും പച്ചക്കള്ളം. നാട്ടുകാരനാ പറയുന്നത്. നാട്ടുകാരനാ പറയുന്നത്. ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന നാട്ടുകാരനാ പറയുന്നത്. ചാനലിന്റെ മുമ്പേ ഈ അതുകൊണ്ട് അവർ ഫോൾ പ്ലേ നിർത്തിക്കോ. ആ ഫോട്ടോ ഒന്നും കേരളത്തിൽ ഓടില്ല. കേരളത്തിൽ ഓടില്ല. ശരി, ക്ഷമിക്കണം, സമയം തീരെ കഴിഞ്ഞ് ജോർജ് ജോസാൽ ഒന്നുകൂടെ പോകണമെന്നുണ്ടായിരുന്നു. ലാലിലേക്ക് പോകുന്ന സമയം തീരെ കഴിഞ്ഞു, ക്ഷമിക്കണം എന്നോട്. എന്തായാലും ആ ഫോട്ടോ ഒന്നും കേരളത്തിൽ വർക്കൗട്ട് ആവുകയില്ല. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. ഇതിൽ ദുരൂഹത, ഇതിൽ ഈ പറഞ്ഞ ഫോറൻസിക് പരിശോധനാ ഫലമൊക്കെ വരട്ടെ. അത് സ്വാഭാവിക മരണം ആണെന്ന് തന്നെ എന്ന സ്ഥിരീകരണത്തിലേക്ക് അന്തിമമായി വരട്ടെ. മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുമല്ലോ. എൻകൗണ്ടർ പങ്കെടുത്ത എല്ലാവർക്കും ഇനി പ്രൈം ടൈം കാണാം. ടി കെ റിച്ച്. ഗുഡ് നൈറ്റ്.